നമ്മളവിടെ എത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കാറുകൾ, ഈ പൊട്ടിത്തെറിച്ച കാറിന് തൊട്ടടുത്തുണ്ടായിരുന്ന ചില കാറുകൾ, റിക്ഷകൾ, സൈക്കിളുകൾ, വഴിയോരക്കടകൾ ഒക്കെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് ആ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ആകെ പുകപടലങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ആ പ്രദേശം. വളരെ പണിപ്പെട്ടാണ് 7 യൂണിറ്റിലധികം ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടാണ് ആ തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം നമ്മളവിടെ കാണുന്ന കാഴ്ച ചിതറിത്തെറിച്ച് കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. അവിടെ റോഡിൽ, നടു റോഡിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന നിരപരാധികളുടെ ചോര അവിടെ ഈ റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. വായുവിലെങ്ങും മനുഷ്യ ശരീരം കരിഞ്ഞ രൂക്ഷമായ ഗന്ധം നമുക്കവിടെ അനുഭവപ്പെട്ടു. അതും ഈ സ്ഫോടക വസ്തുക്കൾ കൂടി കലർന്ന ഒരു അതിരൂക്ഷമായ ഗന്ധം അവിടെ അനുഭവപ്പെട്ടു. നമസ്കാരം. രാജ്യത്തെ നടുക്കിയ രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ ഒരു രാത്രി മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഭീകരാക്രമണത്തിന് അത് ചാവേർ സ്ഫോടനം നടത്തിയതാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. അതിന് ഏതാണ്ട് ഒരു രാത്രിയും ഒരു പകലും പിന്നിടുകയാണ്. നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്നും അവർക്ക് അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട വസ്തുത, പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ് ഇതിന് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മുടെ ഏജൻസികൾ ഒന്നടങ്കം പറയുന്നു. ഒരു പക്ഷേ ജെയ്ഷെ ഇത് ചെയ്യണമെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലാതെ ജെയ്ഷെ മുഹമ്മദിന്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു യെസ് കിട്ടാതെ ജെയ്ഷെ ഇത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കും വ്യക്തതയുണ്ട്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് ലക്ഷ്യമിട്ടാണ് ഈ ഭീകരം അവിടേക്ക് എത്തുകയുണ്ടായത്. റെഡ് ഫോർട്ടിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ മാറി അതിന് തൊട്ടടുത്തായി ഒരു ഗൗരീശങ്കർ ക്ഷേത്രം കൂടിയുണ്ട്. ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനോട് ചേർന്ന് ഈ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന്റെ തൊട്ടുമുന്നിൽ സിഗ്നലിൽ വെച്ചാണ് ഈ കാർ, i20 കാർ പൊട്ടിത്തെറിക്കുന്നത്. ഹരിയാന രജിസ്ട്രേഷനിൽ ഉള്ള കാറാണ്. വൈകിട്ട് ഏതാണ്ട് 6:52 ഈ സ്ഫോടനം നടന്നു എന്നുള്ളതാണ് വാർത്തകളിൽ വരുന്നത്. ജനം TV സംഘം ഇന്നലെ പതിവ് പോലെ നമ്മുടെ വാർത്താ സംബന്ധമായ തിരക്കുകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ സ്ഫോടനം നടന്നതായുള്ള വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. ഉടനടി തന്നെ ഞാനും അതോടൊപ്പം നമ്മളുടെ ഡൽഹിയിലെ ക്യാമറാമാൻ ഉണ്ണിയും നേരെ ആ സ്ഥലത്തേക്ക് തിരിച്ചു. പോകുമ്പോൾ ആളുകൾ വളരെ പാനിക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അവിടേക്കുള്ള വാഹന ഗതാഗതം പോലീസ് പൂർണ്ണമായും നിയന്ത്രിച്ചു. ഒപ്പം തന്നെ പോലീസിന്റെയും അതോടൊപ്പം നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും അവിടെ ആരംഭിച്ചിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കാറുകൾ, ഈ പൊട്ടിത്തെറിച്ച കാറിന് തൊട്ടടുത്തുണ്ടായിരുന്ന ചില കാറുകൾ, റിക്ഷകൾ, സൈക്കിളുകൾ, വഴിയോരക്കടകൾ ഒക്കെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് ആ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ആകെ പുകപടലങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ആ പ്രദേശം. വളരെ പണിപ്പെട്ടാണ് 7 യൂണിറ്റിലധികം ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടാണ് ആ തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം നമ്മളവിടെ കാണുന്ന കാഴ്ച ചിതറിത്തെറിച്ച് കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. അവിടെ റോഡിൽ, നടു റോഡിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന നിരപരാധികളുടെ ചോര അവിടെ ഈ റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. വായുവിലെങ്ങും മനുഷ്യ ശരീരം കരിഞ്ഞ രൂക്ഷമായ ഗന്ധം നമുക്കവിടെ അനുഭവപ്പെട്ടു. അതും ഈ സ്ഫോടക വസ്തുക്കൾ കൂടി കലർന്ന ഒരു അതിരൂക്ഷമായ ഗന്ധം അവിടെ അനുഭവപ്പെട്ടു. പോലീസിന്റെയും അതോടൊപ്പം NSUയുടെയും NIAയുടെയും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉടനടി അന്വേഷണത്തിലേക്ക് കടന്നു. ഏതാണ്ട് ഒരു 7:30 ആയപ്പോഴേക്കും അവിടെ കംപ്ലീറ്റ് കൺട്രോളിലാക്കിയെടുത്തു പോലീസ്. ഒപ്പം തന്നെ പാരലലി അതിന്റെ അന്വേഷണവും മുന്നോട്ട് പോയി. ആദ്യഘട്ടത്തിൽ വളരെ അവ്യക്തതയായിരുന്നു. ഇതെന്താണ് സംഭവിച്ചത്? ചാവേർ ആക്രമണമാണോ, ഭീകരാക്രമണമാണോ, അതോ ഇനി ആ കാറിന്റെ CNG ടാങ്ക് പൊട്ടിത്തെറിച്ചുണ്ടായതാണോ? അങ്ങനെ അവ്യക്തതകൾ മാത്രമായിരുന്നു. പക്ഷേ രാത്രി ഒരു 8:30 അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. അത് ഡൽഹി പോലീസ് അനൌദ്യോഗികമായി തന്നെ പറഞ്ഞു. അതൊരു നിസ്സാരപ്പെട്ട സ്ഫോടനമായിരുന്നില്ല, അത് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ വ്യക്തമായതാണ് ഇത് ഭീകരാക്രമണം തന്നെ, ചാവേർ സ്ഫോടനം തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യം. ആ ഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങി.
ഏതാണ്ട് ഇന്നലെ രാത്രിയിൽ 8 മരണം രാത്രിയിൽ തന്നെ സ്ഥിരീകരിച്ചു. 29 പേർക്ക് പരിക്കേറ്റു. അതിൽ 5-6 പേരുടെ നില അതീവ ഗുരുതരമെന്ന വാർത്തകൾ പുറത്തുവന്നു. 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ, തന്ത്രപ്രധാനമായ കേന്ദ്രത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിമാർ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന റെഡ് ഫോർട്ടിൽ നിന്നും ഒരു 100 മീറ്റർ മാറി ഇങ്ങനെയൊരു സ്ഫോടനം നടന്നു എന്നത് നമ്മളെ ആ ഘട്ടത്തിൽ വല്ലാതെ ഞെട്ടിച്ചതാണ്. ഒരു പാനിക് സിറ്റുവേഷൻ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ സർക്കാർ അതോടൊപ്പം ഏജൻസികൾ സമയത്ത് തന്നെ ആക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വലിയ തോതിൽ പരിശോധനകൾ ആരംഭിച്ചു. രാജ്യമാസകലം അലേർട്ട് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെ കണ്ടു, ആ സംഭവസ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബ്രീഫിംഗ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നു. ഭീകരാക്രമണമാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട് എന്നും അതിൽ ഉത്തരവാദികളായ ആളുകളെ വെറുതെ വിടില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ അവിടെ തുടരുന്ന ഘട്ടത്തിലാണ് പിന്നീട് വാർത്തകൾ ഓരോന്നായി പുറത്തു വരുന്നത്. സൽമാൻ എന്ന ആ പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമയെ പിടിച്ചു എന്നും അത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാറാണെന്നും പുതിയ വാർത്തകൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നു. അത് ഈ സൽമാന്റെ കയ്യിൽ നിന്നും മറ്റൊരാൾ വാങ്ങി, അതിനുശേഷം ഒരു താരിഖ് വാങ്ങി. ഈ താരിഖിന്റെ കയ്യിൽ നിന്നും വ്യാജ ഡോക്യുമെന്റുകൾ വെച്ച് മറ്റൊരാൾ ഇത് വാങ്ങി എന്നുള്ള ഒരു വിവരം കൂടി ആ ഘട്ടത്തിൽ വന്നു. അന്ന് ആ സമയത്ത് പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടിയിരുന്നില്ല. ഈ കാർ വാങ്ങിയയാൾ അത് എങ്ങനെ ഇവിടെ എത്തിച്ചു എന്ന് സംബന്ധിച്ച് അവ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം നമുക്ക് തന്ന വിവരം അവിടെ നടന്നത് ഭീകരാക്രമണം തന്നെയാണ്, ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റ് ആണ്, IED ബ്ലാസ്റ്റ് നടന്നു എന്ന് അദ്ദേഹം ഒരു സൂചന നൽകി. അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു, ഒരു ടിപ്പായിരുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിച്ചു. അതോടുകൂടി അതൊരു ഭീകരാക്രമണം തന്നെ എന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അന്വേഷണങ്ങളുടെ ഒരു കോലാഹലം തന്നെ നടന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അഹമ്മദാബാദിലും അതോടൊപ്പം ഫരീദാബാദിലുമായി കുറച്ചാളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് ഓർക്കേണ്ടത്, അവർ ഡോക്ടർമാരായിരുന്നു. ജമ്മു കശ്മീരിലെ പുൽവാമയിൽ നിന്നും അതോടൊപ്പം ഹൈദരാബാദ് സ്വദേശിയുമൊക്കെയായ ചില ആളുകൾ ഫരീദാബാദിലെ അൽഫല ഹോസ്പിറ്റൽ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നവർ കൂടിയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉണ്ടായി. അവരുടെ കൈവശം നിന്നും 2900 കിലോ അമോണിയം നൈട്രേറ്റും പിടിച്ചെടുത്തു. ഒപ്പം അവർ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടു എന്നുള്ളതാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. സ്വാഭാവികമായും അന്വേഷണം അവരിലേക്കും പോയി. രാത്രി അവരെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു നമ്മുടെ ഏജൻസികൾ. പതിയെ ഈ കേസിന്റെ ചുരുൾ അഴിഞ്ഞു തുടങ്ങി. അതായത് പാകിസ്ഥാനിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത് പുൽവാമയിലെ ഈ ഡോക്ടർ മുസമ്മിൽ ഉൾപ്പെടെയുള്ള ആളുകളെ വിലക്കെടുത്ത് ഫരീദാബാദിലെ അൽഫല ആശുപത്രി കേന്ദ്രീകരിച്ച് അതിനുള്ള ഈ സ്ഫോടനം, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും സ്ഫോടനം നടത്തുക ലക്ഷ്യമിട്ട് ചില പദ്ധതികൾ തയ്യാറാക്കി. ആ പദ്ധതിയുടെ ഭാഗമായി അവർ ഡൽഹിയിൽ കൊണ്ടുവന്ന് ബ്ലാസ്റ്റ് നടത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഡൽഹിയിൽ നടന്ന ബ്ലാസ്റ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഫരീദാബാദിലെ അറസ്റ്റോടുകൂടി പുറത്തുണ്ടായിരുന്ന ആളുകൾ പാനിക്കായി. ഇവർ ഫരീദാബാദിൽ അറസ്റ്റിലായ ആളുകൾ കൂടാതെ ഈ കൃത്യത്തിന് നിയോഗിക്കപ്പെട്ട മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. അവർ പാനിക്കായി. തങ്ങളുടെ പദ്ധതികൾ മുഴുവൻ പൊളിയാൻ പോകുന്നു എന്ന ചിന്ത അവരിലേക്ക് വന്നു. അത് എങ്ങനെയും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ അതിൽ ഡോക്ടർ ഉമർ എന്ന വ്യക്തി, ഇവനും പുൽവാമ സ്വദേശിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വിവരം വരുന്നത്. ഈ ഡോക്ടർ ഉമർ എന്ന് പറയുന്ന വ്യക്തി കാറിനുള്ളിൽ ഈ തയ്യാറാക്കി വെച്ചിരുന്ന IEDയുമായി എത്തി ഈ റെഡ് ഫോർട്ടിന് സമീപം സിഗ്നലിൽ ഇത് ബ്ലാസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം. ഇന്ന് ഈ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചിലരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ഡോക്ടർ മുസമ്മിൽ, ഫരീദാബാദിൽ അറസ്റ്റിലായ പുൽവാമ സ്വദേശി മുസമ്മിലിന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തും ആ അൽഫല ആശുപത്രിയിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ഷഹീൻ എന്ന ഒരു ഡോക്ടർ, അതൊരു യുവതിയാണ്, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമറിന്റെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ എന്നിവരുടെ അറസ്റ്റ് പുൽവാമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധമുള്ള കുറച്ചാളുകളെ കൂടി
ഇതുവരെ ഏജൻസികൾക്ക് കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അതിൽ നിന്നും വ്യക്തമാകുന്നത്, ഇതൊരു റിവേഴ്സ് ലെവലിൽ ചിന്തിച്ചാൽ ചെങ്കോട്ടയിൽ നിന്നും അന്വേഷണം ആരംഭിച്ച് നേരെ ഫരീദാബാദിലെത്തുന്നു. ചെങ്കോട്ടയിലെ ആക്രമണവും ഫരീദാബാദിലെ ഈ ഗൂഢാലോചനയും തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന വിവരം കിട്ടുന്നു. അവിടെ നിന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഇത് പുൽവാമയിലേക്ക് എത്തുന്നു. പുൽവാമയിൽ ഇവർ ആദ്യം തന്നെ ഇതിന്റെ ഒരു ആസൂത്രണം നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു. ഇത് നേരെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന കൊടും ഭീകര സംഘടനയിലാണ്. പാക് സ്പോൺസേർഡ് ടെററിസ്റ്റ് അറ്റാക്ക് ആണ് ഡൽഹിയിൽ നടന്നത് എന്ന് അടിവരയിട്ട് പറയാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹാവൽപൂരിലും മുരീദ്കയിലുമൊക്കെ അവർക്ക് നേരിട്ട തിരിച്ചടി അതിഭയാനകമായിരുന്നു. മാത്രമല്ല, ഈ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ തന്നെ ബന്ധുക്കൾ 11 പേരാണ് മരിച്ചത്. അതിന് പകരം വീട്ടാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. റെഡ് ഫോർട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കാം എന്ന ധാരണയിലാണ്. പക്ഷെ ചാന്ദിനി ചൌക്ക് മാർക്കറ്റായിരുന്നു ഈ കൊടും ഭീകരർ ലക്ഷ്യമിട്ടത്. പക്ഷെ അത് നടക്കാതെ പോയി. നടന്നിരുന്നെങ്കിൽ ഇതിലും വലിയ കാഷ്വാലിറ്റി ഉണ്ടായേനെ. എടുത്തു പറയേണ്ട കാര്യം, ഇവരെല്ലാം ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന് വിവേകമുണ്ടാകും, പെരുമാറ്റത്തിൽ മാന്യതയുണ്ടാകും, സഹജീവികളെ ഏത് രീതിയിൽ കാണണം എന്നുള്ള ബോധമുണ്ടാകും. അതിനുമപ്പുറം ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാനുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ മതം മാത്രം തലയ്ക്ക് കയറിയ ഇവർ മതത്തിന്റെ പേരിൽ അവരുടെ സ്വസമുദായത്തിലുള്ളവരെ തന്നെ കൊലപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച, സഹജീവികളെ, നിരപരാധികളെ കൊലപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച കൊടും ക്രിമിനലുകളായി, കാപാലികരായി മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മതം എന്തുതരം മതമാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇത് ഒരു പഠിച്ച വിവരമുള്ള ആളുകളെ പോലും ഭീകരനും കൊടും ക്രിമിനലുമാക്കാൻ ഈ മതത്തിന് സാധിക്കുന്നുവെങ്കിൽ ഈ മതം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. മതം മാത്രമാണ് അവരെ ഈ കൃത്യം നിർവഹിക്കുന്നതിന് മുന്നോട്ട് നയിച്ചത് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഇതിൽ നമുക്കൊരു കാര്യം കൂടി ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ചില വാക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും, അത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നവർ ആരായാലും ഒരു കാരണവശാലും അവരെ വെറുതെ വിടില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഉറിയിലും പഠാൻകോട്ടിലും പുൽവാമയിലും പാകിസ്ഥാൻ പിന്നിൽ നിന്നും കുത്തിനോക്കിയിരുന്നു. അതിന് എണ്ണി മറുപടി പറഞ്ഞ രാജ്യമാണ് ഇത്. പിന്നിൽ നിന്നുള്ള കുത്തിന് തല കുനിക്കില്ല ഭാരതം എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാകുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ അതിർത്തിയിൽ യുദ്ധസന്നാഹം ഒരുക്കി തുടങ്ങി. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താകും രാജ്യം ഈ ചെങ്കോട്ട ആക്രമണത്തിന് നൽകാൻ പോകുന്ന മറുപടി എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം.